നമസ്കാരം, ഞാൻ അപർണ കുറുപ്പ്. വാർത്തകളിലേക്ക് വിശദമായി. ഗുജറാത്തിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം വരെ ബിജെപി നടത്തിയ ശ്രമങ്ങളെ പരാജയപ്പെടുത്തി കോൺഗ്രസിന്റെ അഹമ്മദ് പട്ടേൽ വിജയിച്ചു. ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും ഒഴിവുണ്ടായിരുന്ന മറ്റ് 2 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അമിത്ഷായ്ക്കും സ്മൃതി ഇറാനിക്കും 46 വോട്ടുകൾ വീതം ലഭിച്ചപ്പോൾ അഹമ്മദ് പട്ടേലിന് 44ഉം ബിജെപിയുടെ മൂന്നാമത്തെ സ്ഥാനാർത്ഥി ബൽവന്ത് സിംഗ് രാജ്പുത്തിന് 38 വോട്ടും ലഭിച്ചു. 4 മാസത്തിനു ശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസത്തോടെ ഇറങ്ങാനുള്ള ഊർജ്ജമാണ് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് സമ്മാനിച്ചത്. 57 MLA-മാരുണ്ടായിരുന്ന കോൺഗ്രസിൽ നിന്ന് ആദ്യം 6 MLA-മാരെ അടർത്തി മാറ്റി. പിന്നാലെ മുൻ കേന്ദ്രമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശങ്കർ സിംഗ് വഗേലടക്കം 7 MLA-മാരെ വിമതരാക്കി. ഇങ്ങനെ കോൺഗ്രസിനെ പിളർത്തി അനുകൂല സാഹചര്യം ഒരുക്കിയ ശേഷമാണ് അമിത്ഷാ ഗുജറാത്തിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത്. കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിയും തന്റെ രാഷ്ട്രീയ ശത്രുവുമായ അഹമ്മദ് പട്ടേലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നതായിരുന്നു കാരണം. പക്ഷേ ഈ തയ്യാറെടുപ്പുകൾക്കൊന്നും അഹമ്മദ് പട്ടേലിന്റെ വിജയം തടയാനായില്ല. 44 MLA-മാരെ കർണാടകത്തിലേക്ക് മാറ്റി കൂറുമാറ്റം നടന്ന അഹമ്മദ് പട്ടേൽ ഏറ്റവും ഒടുവിൽ 2 വിമത കോൺഗ്രസ് MLA-മാരുടെ വോട്ട് അസാധുവാക്കിയാണ് വിജയം ഉറപ്പാക്കിയത്. വോട്ട് ചെയ്ത ശേഷം സ്വന്തം പാർട്ടി ഏജന്റിനെ മാത്രമേ ബാലറ്റ് കാണിക്കാവൂ എന്ന നിയമം 2 വിമത കോൺഗ്രസ് MLA-മാർ ലംഘിച്ചുവെന്ന കോൺഗ്രസിന്റെ പരാതിയിൽ വീഡിയോ പരിശോധിച്ച് കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിച്ചത്. അവിടെയും തിരിച്ചടിയുണ്ടായത് അമിത്ഷായ്ക്ക് തന്നെയായിരുന്നു. വിമത കോൺഗ്രസ് MLA-മാർ ബാലറ്റ് തുറന്നു കാണിച്ചത് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായെ തന്നെയായിരുന്നു. ഇതോടെ വിജയം ഉറപ്പാക്കിയ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദം തുടങ്ങിയെങ്കിലും ചില ആരോപണങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസിന്റെ വിജയപ്രഖ്യാപനം BJP പുലർച്ചെ 2 മണിവരെ നീട്ടിക്കൊണ്ടുപോയി. വിജയത്തിന് പാർട്ടിക്കും പാർട്ടി MLA-മാർക്കും നന്ദി പറഞ്ഞ അഹമ്മദ് പട്ടേൽ പണവും ഭരണവും ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ BJP നടത്തിയ ശ്രമങ്ങളെ അപലപിക്കുകയും ചെയ്തു. और इससे पार्टी एक मजबूत होकर बाहर आई है और 2017 के चुनाव में हम लोग बिल्कुल कांग्रेस चुनाव जीतेगी और BJP को हराएंगे. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായും കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേലും നേർക്കുനേർ നിന്ന് തന്ത്രങ്ങൾ മെനഞ്ഞ് പടവെട്ടിയ തെരഞ്ഞെടുപ്പിൽ അഹമ്മദ് പട്ടേലിന്റെ വിജയം BJPക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ പരാതിയിൽ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി അടക്കം 7 കേന്ദ്രമന്ത്രിമാരെ വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ അണിനിരത്തിയെങ്കിലും ഒടുവിൽ BJPക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നു. ഈ വിജയം അഹമ്മദ് പട്ടേലിനെ കോൺഗ്രസിൽ കൂടുതൽ ശക്തനാക്കും. നരേന്ദ്രമോദിയെയും അമിത്ഷായെയും പിടിച്ചുകെട്ടാനിറങ്ങി പരാജയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് ഇനി അഹമ്മദ് പട്ടേലിനെ തള്ളിക്കളയാനാകില്ല. മറുഭാഗത്ത് അഹമ്മദാബാദിൽ തങ്ങി രാജ്യസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് നേതൃത്വം നൽകിയ അമിത്ഷായ്ക്ക് BJP ദേശീയ അധ്യക്ഷ പദവിയിൽ 3 വർഷം തേക്കുന്ന ദിവസം ലഭിച്ച തിരിച്ചടി അത്ര എളുപ്പം മറയ്ക്കാനും മറക്കാനുമാകില്ല. TJ ശ്രീലാൽ, ന്യൂസ് 18, ഡൽഹി. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ 75ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പാർലമെന്റിൽ ഇന്ന് പ്രത്യേക സമ്മേളനം ചേരും. ഇരുസഭകളിലും സ്വാതന്ത്ര്യ സമരകാലത്തെ വിലപ്പെട്ട സംഭാവനകൾ സ്മരിച്ചുകൊണ്ടുള്ള പ്രമേയങ്ങൾ പാസാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ചർച്ചകളിൽ പങ്കെടുക്കും. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് RSS ക്രിയാത്മക പങ്ക് വഹിച്ചില്ലെന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചേക്കും. ഇങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള തുറന്ന പോരിനായിരിക്കും പാർലമെന്റ് സാക്ഷ്യം വഹിക്കുക. ഇന്ന് 3 ബില്ലുകൾ നിയമസഭ പരിഗണിക്കും. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ബില്ലാണ് ഇതിൽ പ്രധാനം. കേരള മുനിസിപ്പാലിറ്റി ബിൽ, പഞ്ചായത്തി രാജ് ഭേദഗതി ബിൽ എന്നിവയും സഭ ചർച്ച ചെയ്യും. മൂത്ത മകൻ ഉമറുൽ മുഖ്താറിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി അബ്ദുൽ നാസർ മദനി തലശ്ശേരിയിലേക്ക് പുറപ്പെട്ടു. കുടുംബാംഗങ്ങളും പാർട്ടി പ്രവർത്തകരും മദനിക്കൊപ്പമുണ്ട്. കർണാടക പോലീസ് സംഘവും മദനിയെ അനുഗമിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, മദനി മാധ്യമങ്ങളോട് എന്തെങ്കിലും പ്രതികരണം നടത്തിയിരുന്നോ ഇന്നത്തെ ദിവസം? കർണാടക പോലീസ് സംഘവും മദനിയെ അനുഗമിക്കുന്നുണ്ടെന്ന വാർത്തകളുടെ സ്ഥിരീകരണം എന്താണ്? അപർണ, ഇന്നലെ രാത്രി 9:45 ആണ് കൊല്ലം കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ നിന്നാണ് അബ്ദുൽ നാസർ മദനി ട്രെയിനിൽ കയറുന്നത്. മകൻ മുക്താർ ഉമറിന്റെ വിവാഹാർത്ഥം തലശ്ശേരിക്ക് പുറപ്പെട്ടിരിക്കുന്ന കണ്ണൂർ എക്സ്പ്രസിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. ട്രെയിൻ അല്പസമയത്തിനകം കോഴിക്കോട് എത്തും. 7:10 കൂടിയാണ് തലശ്ശേരി എത്തുക. അതിനുശേഷം അദ്ദേഹം 10:30 വരെ രാവിലെ 10:30 വരെ അടുത്തുള്ള ഹോട്ടലിൽ വിശ്രമിക്കും. അതിനുശേഷം 10:00 കൂടി ടൗൺ ഹാളിലാണ് വിവാഹ ചടങ്ങ് നടക്കുന്നത്, അങ്ങോട്ട് വരും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം മാഹിയിലേക്ക്, അതായത് മകന്റെ വധുവിന്റെ വീട്ടിലേക്ക് പോകും. അതിനുശേഷം വൈകുന്നേരം കോഴിക്കോട്ടേക്ക് തന്നെ തിരിച്ചു വന്നതിന് ശേഷം നാളെ രാവിലെയാകും പുറപ്പെടുക. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യ സൂഫിയ മദനി, അതുപോലെ തന്നെ മകൻ, അതുപോലെ തന്നെ കർണാടക പോലീസ് സംഘങ്ങളും കൂടെയുണ്ട്. A1 ട്രെയിനിലെ A1 കോച്ചിലാണ് അദ്ദേഹം, AC കോച്ചിലാണുള്ളത്. കൂടെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്.
അല്പസമയത്തിനകം തന്നെ ട്രെയിൻ കോഴിക്കോട് എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അപർണ. എസ് വിനേഷ് കുമാർ വിശദാംശങ്ങൾ നൽകിയത്. മട്ടന്നൂർ നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാം. രാവിലെ 8 മുതൽ 10 വരെയാണ് വോട്ടെണ്ണൽ. കാലങ്ങളായി ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന നഗരസഭയിൽ ഇത്തവണ മാറ്റമുണ്ടാകുമെന്ന് UDFും NDAയും പ്രതീക്ഷിക്കുന്നു. 32,326 വോട്ടർമാരിൽ 82.92% പേർ കഴിഞ്ഞ ദിവസം വോട്ട് രേഖപ്പെടുത്തി. വർദ്ധിച്ച വോട്ടിംഗ് ശതമാനം അനുകൂലമാകുമെന്ന വിലയിരുത്തലാണ് മുന്നണി നേതൃത്വം. ചാലക്കുടിയിലെ ഡി സിനിമാസിന്റെ പ്രവർത്തനം തടഞ്ഞ നഗരസഭയുടെ നടപടി ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള തിയേറ്ററിന്റെ ലൈസൻസ് റദ്ദാക്കിയത് ഏകപക്ഷീയമാണെന്നാണ് ഹർജിക്കാരന്റെ ആക്ഷേപം. സ്വാഭാവിക നീതി നിഷേധിച്ചാണ് ലൈസൻസ് റദ്ദാക്കിയത്. നഗരസഭയുടെ നടപടി വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. നഗരസഭയുടെ തീരുമാനം റദ്ദാക്കാൻ ഇടക്കാല ഉത്തരവ് നൽകണമെന്നുമാണ് ദിലീപിന്റെ സഹോദരൻ അനൂപ് നൽകിയ ഹർജിയിലെ ആക്ഷേപം. ശബരിമലയിലെ മേൽശാന്തിമാരുടെ നിയമനത്തിൽ ബ്രാഹ്മണേതര സമുദായത്തെയും പരിഗണിക്കണമെന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ ഹർജി. ബ്രാഹ്മണരിൽ നിന്ന് മാത്രം അപേക്ഷ ക്ഷണിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നടപടി വിവേചനപരമാണെന്ന് കാണിച്ചാണ് ഹർജി. 2002 ആദിത്യൻ കേസിലെ സുപ്രീംകോടതി വിധി ദേവസ്വം ബോർഡ് നടപ്പാക്കിയിട്ടില്ല. ശാന്തി പൂജാരി നിയമനങ്ങളിൽ വിവേചനം പാടില്ലെന്നാണ് സുപ്രീംകോടതി വിധി. കോടതി വിധി നടപ്പാക്കാൻ ദേവസ്വം ബോർഡ് വിമുഖത കാട്ടുകയാണെന്നും ഹർജിയിൽ പറയുന്നു. ദേവസ്വം വകുപ്പ് സെക്രട്ടറിയെ എതിർകക്ഷിയാക്കിയാണ് ആലപ്പുഴ സ്വദേശി വിഷ്ണു നാരായണൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. സ്വാശ്രയ ഫീസ് ഘടന ചോദ്യം ചെയ്ത് സ്വാശ്രയ മാനേജ്മെന്റുകൾ നൽകിയ ഹർജിയിൽ സർക്കാരിന്റെ വാദം ഇന്നും തുടരും. സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ CP സുധാകര പ്രസാദാണ് ഹാജരായത്. സ്വാശ്രയ കോളേജുകളിലെ യഥാർത്ഥ ഫീസ് ഘടന വ്യക്തമാക്കാൻ അഡ്വക്കേറ്റ് ജനറൽ ഇന്നത്തേക്ക് സമയം ചോദിച്ചു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ വാദം തുടരുന്നത്. സർക്കാർ വാദം കൂടി കേട്ട ശേഷം ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയും. ഹൌസ് ബോട്ടുകൾ വേമ്പനാട്ട് കായലിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് ഗുരുതര ഭീഷണി ഉയർത്തുന്നുവെന്ന് CAG. വേമ്പനാട്ട് കായലിലൂടെയുള്ള ബോട്ട് യാത്ര സുരക്ഷിതമല്ലെന്നും CAG ചൂണ്ടിക്കാട്ടുന്നു. മതിയായ അനുമതിയില്ലാതെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് ഭൂരിപക്ഷം ബോട്ടുകളുടെയും സർവീസ്. 262 ഹൌസ് ബോട്ടുകളെ ഉൾക്കൊള്ളാനുള്ള പാരിസ്ഥിതിക ശേഷിയാണ് വേമ്പനാട്ട് കായലിനുള്ളത്. എന്നാൽ കഴിഞ്ഞ മാർച്ച് വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബോട്ടുകളുടെ എണ്ണം 734. കായലിന്റെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥയ്ക്ക് ഇത് ഗുരുതര ഭീഷണി ഉയർത്തുന്നുവെന്നാണ് CAGയുടെ കണ്ടെത്തൽ. പകുതിയിലേറെ ഹൌസ് ബോട്ടുകളും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിബന്ധനകൾ പാലിക്കുന്നില്ല. മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത് കായലിലേക്ക്. Around 51% of the houseboats were operating without registration, and around 44% were operating without renewing their registration. The registering authority issued registration subject to conditions which were to be satisfied by the houseboats within a stipulated time. But there was no mechanism available to check whether these conditions were being fulfilled by these houseboat owners. 326 ബോട്ടുകൾ രജിസ്ട്രേഷൻ പുതുക്കിയിട്ടില്ല. നിശ്ചിത സമയത്തിനുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന നിബന്ധനയോടെയാണ് ഹൌസ് ബോട്ടുകൾക്ക് അനുമതി നൽകുന്നത്. എന്നാൽ പിന്നീട് നിബന്ധനകൾ പാലിക്കുന്നുണ്ടോയെന്ന് പരിശോധനയില്ല. ഭൂരിപക്ഷം ഹൌസ് ബോട്ടുകളും ഓടിക്കുന്നത് മതിയായ യോഗ്യതയില്ലാത്തവർ. ജീവൻ രക്ഷാപകരണങ്ങളും അഗ്നിശമന സംവിധാനങ്ങളും പല ബോട്ടുകളിലുമില്ല. ആലപ്പുഴയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 69% ഹൌസ് ബോട്ടുകളും ഇൻഷുർ ചെയ്തിട്ടില്ല. ഈ നിയമലംഘനങ്ങൾ പരിശോധിക്കുന്നതിൽ തുറമുഖ വകുപ്പ് പരാജയപ്പെട്ടെന്നും CAG കുറ്റപ്പെടുത്തുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഓളപ്പരപ്പിലെ തീപാറുന്ന മത്സരത്തിനിടെ 3 തലമുറകളുടെ സംഗമത്തിനാണ് ഇത്തവണ പുന്നമടക്കായൽ സാക്ഷ്യം വഹിക്കുക. മുത്തച്ഛൻ അച്ഛൻ കുഞ്ഞു ചുണ്ടൻ വള്ളത്തിന്റെ അമരക്കാരനാവുമ്പോൾ ഇളമുറക്കാരനായ എയ്ഡൻ ഇരുട്ടുകുത്തിയുടെ ക്യാപ്റ്റനായി നെഹ്റു ട്രോഫി വള്ളംകളിക്ക് എത്തും. 3 വയസ്സുകാരനായ ഈഡന് വള്ളംകളി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വികാരമാണ്. താൻ ക്യാപ്റ്റനായ ഇരുട്ടുകുത്തിവള്ളം തൃപ്രയാറിൽ പരിശീലനം നടത്തുമ്പോൾ പമ്പയാറിന്റെ തീരത്തെ പരിശീലന ക്യാമ്പിൽ പതിവായെത്തുന്ന ഈഡൻ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. കോൺഫിഡന്റ് ആണോ ജയിക്കുന്നത്? എടത്വയിലെ 3 തൈക്കൽ കുടുംബാംഗമായ അച്ഛൻ കുഞ്ഞ് ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബിന്റെ തുഴക്കാരനും അമരക്കാരനുമായിരുന്നു. ഓടിയും വെപ്പും സ്വന്തമായുള്ള കുടുംബം 4 വർഷം മുമ്പ് ഗബ്രിയേൽ ചുണ്ടൻ പണിയിച്ചു. കൊച്ചുമകന്റെ വള്ളംകളി പ്രേമത്തിൽ മുത്തച്ഛനും സന്തോഷം. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ആ കാര്യത്തിൽ കാശ് വരും പോകും, കാശില്ലായിരിക്കും, പക്ഷേ എന്നാലും വള്ളംകളി ഞങ്ങൾ കളയത്തില്ല. എപ്പോഴായാലും വള്ളം കളിക്കും. കഴിഞ്ഞ നെഹ്റു ട്രോഫിയിൽ 3ാം സ്ഥാനത്തെത്തിയ ഗബ്രിയേൽ ചുണ്ടനിലെ തുഴക്കാരനായിരുന്നു എയ്ഡന്റെ പിതാവ് അലൻ. പേരിനും പെരുമയ്ക്കുമല്ല എയ്ഡനെ ക്യാപ്റ്റനാക്കിയതെന്ന് അലനും പറയുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ മുതൽ വള്ളംകളിയായിട്ട് നല്ല അടുത്ത ബന്ധമുള്ളതാണ്. പിന്നെ എൻ്റെ ഫാദർ ഒരു തികഞ്ഞ വള്ളംകളി പ്രേമിയാണ്, നല്ലൊരു അമരക്കാരനായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 3 വള്ളമുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കും അതുമായിട്ട് കൂടുതൽ താല്പര്യം തോന്നി. അതുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു. ഷോട്ട് പുളിക്കത്തറ വെപ്പുവള്ളത്തിന്റെ ക്യാപ്റ്റനായ 6 വയസ്സുകാരൻ ആദമായിരുന്നു നെഹ്റു ട്രോഫിയിലെ പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ.
പ്രായത്തിലും ആവേശത്തിലും ഇതിനെ മറികടന്ന എയ്ഡൻ കപ്പ് നേടി മടങ്ങിയെത്തുമെന്നാണ് കരക്കാരുടെ പ്രതീക്ഷ. MS അനീഷ് കുമാർ, ന്യൂസ് 18, ആലപ്പുഴ. ജീവനക്കാരെ ആബ്കാരി തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഉൾപ്പെടുത്താതെ ബാർ ഉടമകൾ തട്ടിപ്പ് നടത്തുന്നതായി ആരോപണം. എക്സൈസ് വെൽഫെയർ ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടത്തുന്ന തട്ടിപ്പ് മൂലം ജീവനക്കാർക്ക് അർഹതപ്പെട്ട വേതനവും ആനുകൂല്യവും നിഷേധിക്കപ്പെടുന്നുവെന്നാണ് പരാതി. 1989 അബ്കാരി ആക്ട് പ്രകാരം മുഴുവൻ ബാർ ജീവനക്കാരെയും അബ്കാരി തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗമാക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ ബാറുകളും ബിയർ പാർലറുകളും ക്ലബ്ബുകളും ഉൾപ്പെടെ 962 മദ്യപാന കേന്ദ്രങ്ങളുള്ള സംസ്ഥാനത്ത് 502 പേർ മാത്രമാണ് ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ളത്. ജീവനക്കാരെ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളാക്കിയില്ലെങ്കിൽ ലൈസൻസ് പുതുക്കി നൽകരുതെന്ന വ്യവസ്ഥയുമുണ്ട്. എന്നാൽ അംഗീകൃത ജീവനക്കാരുടെ എണ്ണം കുറച്ച് ബാർ ഉടമകൾ തട്ടിപ്പ് നടത്തുന്നു എന്നാണ് ആരോപണം. ബാറുകളിലെയും ക്ലബ്ബുകളിലെയും ബിയർ പാർലറുകളിലും ജോലി ചെയ്യുന്ന മുഴുവൻ ജീവനക്കാരെയും വെൽഫെയർ ബോർഡിൽ അംഗങ്ങളാക്കണം എന്നുള്ളതാണ് പ്രധാനമായ മറ്റൊരാവശ്യം. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് നാമമാത്രമായ ശമ്പളമാണ് കിട്ടുന്നത്. അതുമാത്രമല്ല, അവരെ ഏത് സമയത്ത് വേണമെങ്കിലും ജോലിയിൽ നിന്ന് ഒഴിവാക്കാം ഈ ഉടമയ്ക്ക്. പിന്നെ വെൽഫെയർ ബോർഡിൽ അംഗങ്ങളാക്കിയാൽ അവർക്കുണ്ടാവുന്ന ഗുണം 60 വയസ്സ് വരെ അവർക്ക് ജോലി ചെയ്യാം. 60 വയസ്സ് തൊഴിൽ സുരക്ഷിതം അതിൻ്റെ പേരിൽ ഉറപ്പ് കിട്ടും. അതുമാത്രമല്ല, വെൽഫെയർ ബോർഡിന് ശമ്പളം കിട്ടും. മറ്റ് ആനുകൂല്യങ്ങൾ, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, പിന്നെ മറ്റ് ഒരുപാട് ആനുകൂല്യങ്ങൾ, പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടും. അത് അവരെ ആക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇതുവരെ ആവാതിരിക്കാൻ ഉള്ള കാരണം ഈ വെൽഫെയർ ഫണ്ട് ഉദ്യോഗസ്ഥന്മാരും എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും പിന്നെ ഈ പറഞ്ഞ ബാർ ഉടമകളുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളല്ലാത്തവർക്ക് അബ്കാരി നിയമപ്രകാരമുള്ള ശമ്പളമോ ആനുകൂല്യങ്ങളോ ലഭിക്കില്ല. ഒരു ബാറിൽ 20 മുതൽ 40 ജീവനക്കാർ വരെ വിവിധ തലങ്ങളിലായി ജോലി ചെയ്യുന്നുണ്ട്. ഇതിൽ കുറച്ചുപേരെ മാത്രമാണ് ബാർ ഉടമകൾ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളാക്കുന്നത്. എന്നാൽ മുഴുവൻ തൊഴിലാളികളെയും ക്ഷേമനിധിയിൽ അംഗങ്ങളാക്കാതെ ബാറുകൾ പ്രവർത്തിച്ചിട്ടും അധികൃതർ നടപടിയെടുക്കാൻ തയ്യാറാവുന്നില്ലെന്ന് സംഘടനകൾ ആരോപിക്കുന്നു. ന്യൂസ് 18, പാലക്കാട്. ചോർന്നൊലിക്കുന്ന കുടിലിൽ നരകജീവിതം നയിച്ച് ദേശീയ ഗുസ്തി താരവും കുടുംബവും. പാലക്കാട് ചിറ്റൂർ സ്വദേശി രഞ്ജിത്തും കുടുംബവുമാണ് ഒരു ജോലിക്കായി സർക്കാരിന്റെ കനിവ് കാത്ത് കഴിയുന്നത്. എല്ലാവർക്കും ജീവിതം വെറുത്ത് നിൽക്കണം. കാര്യം സ്പോർട്സ് ചെയ്യണവൻ്റെ ജീവിതം ആരും ചിന്തിക്കുന്നില്ല. സ്പോർട്സുകാർ എന്താണെന്നൊന്നും ഒന്നും അറിയുന്നില്ല. ഓരോ ഗെയിമിൽ ഇവർ നോക്കിയിട്ട് അത്ലറ്റിക്സ്, ഫുട്ബോൾ ഇങ്ങനത്തെ ഓരോ ഗെയിമുകൾക്ക് കൊടുക്കുന്ന ആ ഒരു പരിഗണനയും കൂടിയില്ല. ഞങ്ങൾ സ്പോർട്സ് ചെയ്യണത് എന്തിനാണ്? ഞങ്ങളുടെ ഒരു മോഹം പറഞ്ഞാൽ ഞങ്ങൾ ഈ ചെറിയ ഇതിന്ന് വരുന്ന കഷ്ടപ്പാടുന്ന് വരുന്നത് എന്തിനാണ്? ഒരു ജോലിക്ക് വേണ്ടി. ആ ജോലിയും കിട്ടുന്നില്ല, ഞങ്ങൾക്ക് അതിനുള്ള ഒരു ആനുകൂല്യവും കിട്ടുന്നില്ല. നിരാശയുടെ പടുകുഴിയിൽ നിന്നുമാണ് രഞ്ജിത്ത് തന്റെ നിസ്സഹായത ലോകത്തോട് പറയുന്നത്. സ്പോർട്സ് മാത്രം സ്വപ്നം കണ്ടു നടന്ന പാലക്കാട് ചിറ്റൂരിലെ അത്തിക്കോട് സ്വദേശി രഞ്ജിത്ത് കേരളം അറിഞ്ഞ ഗുസ്തി താരമാണ്. കിടക്കാൻ പോലും ഇടമില്ലാതെ ബുദ്ധിമുട്ടുന്ന വീട്ടിൽ തനിക്ക് കിട്ടിയ മെഡലുകളും അവാർഡുകളുമെല്ലാം രഞ്ജിത്ത് ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 2003 മുതൽ വിവിധ ചാമ്പ്യൻഷിപ്പുകളിലായി 5 തവണ 1ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് ഈ ഗുസ്തി താരം. നിരവധി തവണ ദേശീയ മത്സരങ്ങളിലും പങ്കെടുത്തു. പുറമെ വെയ്റ്റ് ലിഫ്റ്റിംഗും ജൂഡോയിലും മെഡലുകളും ലഭിച്ചിട്ടുണ്ട്. 2010 പരിശീലനത്തിനിടെ കൈക്കുഴ തിരിഞ്ഞു. ഇവിടുന്ന് തുടങ്ങി രഞ്ജിത്തിന്റെയും കുടുംബത്തിന്റെയും ദുരിതം. ഒരു കൈയിന് ശേഷിക്കുറവുള്ളതിനാൽ ഭാരിച്ച ജോലികളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നെഹ്റു യുവകേന്ദ്രയുടെ വളണ്ടിയറായി ജോലി ചെയ്ത് കിട്ടുന്ന ചെറിയ വരുമാനമാണ് ജീവിതമാർഗം. വീട് അനുവദിക്കാമെന്ന് പഞ്ചായത്ത് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഗുസ്തി താരമായി നേട്ടങ്ങൾ കൊയ്ത മകന് ഒരു ജോലി കൂടി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് രക്ഷിതാക്കളുടെ അപേക്ഷ. ഇതുവരെ ഞങ്ങൾ വീട് കെട്ടണമെന്നോ ഒന്നും ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അവന് എന്ത് പറയും, അവിടെ പോകണം പറഞ്ഞാൽ അപ്പോഴേക്കപ്പോൾ കടം വാങ്ങിക്കൊണ്ട് ഞാൻ അയച്ചു വിട്ടത്. വാടക ഇരിക്കുന്ന കാലത്ത് വാടക ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ജോലിയും ഇല്ലാണ്ടിരിക്കും. ഭയങ്കര സങ്കടമുണ്ട് ഞങ്ങൾക്ക്. ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് അവനെ പഠിപ്പിച്ച് ഇത്രയ്ക്കാക്കിയത്. പക്ഷേ അവൻ്റെ കൈ ഇങ്ങനെ തിരിഞ്ഞുപോയി. അവന് ജോലിയൊന്നും ഇതുവരെയ്ക്കും ഒന്നും കൊടുത്തിട്ടില്ല, കിട്ടിയിട്ടുമില്ല. എന്തെങ്കിലും ഒരു ജോലി കിട്ടണം, അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടിയത്. പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പരിഗണിക്കാമെന്ന അറിയിപ്പ് ലഭിച്ചിരുന്നു. പിന്നീട് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. കായിക രംഗത്ത് തന്നെ തുടരണമെന്നാണ് രഞ്ജിത്തിന്റെ ആഗ്രഹം. പക്ഷേ ജീവിത പ്രാരാബ്ധങ്ങളുമായി മല്ലിട്ട് നിൽക്കുമ്പോൾ കായിക സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആര് സഹായിക്കും എന്നതാണ് രഞ്ജിത്തിനെ വലയ്ക്കുന്ന ചോദ്യം. ന്യൂസ് 18, പാലക്കാട്. കൂടുതൽ വാർത്തകൾക്ക് മുമ്പ് ഇടവേള.